കോളം ഫുട്ടിംഗ് രീതിയിൽ ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ ചെയ്ത സൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പലരും ചോദിക്കാറുണ്ട് എന്താണ് ഈ കോളം ഫുട്ടിംഗ്. പല രീതിയിലുള്ള ഫൗണ്ടേഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോളം ഫുട്ടിംഗ് രീതിയിലുള്ള വീടിൻ്റെ ഫൗണ്ടേഷൻ. പ്രത്യേകിച്ച് വെള്ളം കയറുന്ന സ്ഥലങ്ങളോ അല്ലെങ്കിൽ ചതുപ്പായിട്ടുള്ള സ്ഥലങ്ങളോ ഒരുപാട് വീടിൻ്റെ മുകളിലേക്ക് 2 നിലയിൽ കൂടുതലോ ഒക്കെ പ്രധാനപ്പെട്ട ലോഡ് കൂടി വരുന്ന ബിൽഡിങ്ങുകൾക്കൊക്കെയാണ് നമ്മൾ കോളം ഫുട്ടിംഗ് രീതിയിൽ ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. എന്നാൽ കൂടുതലും ഇപ്പം നോർമലി ചെയ്യുന്ന എല്ലാ വീടുകൾക്കും കോളം ഫുട്ടിംഗ് രീതിയിൽ തന്നെയാണ് ഫൗണ്ടേഷൻ ചെയ്യാറ്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞത് നമുക്ക് കരിങ്കല്ല് കൊണ്ടുള്ള പണിക്കാരെ കിട്ടാനില്ല, അല്ലെങ്കിൽ കരിങ്കല്ലിൻ്റെ കോസ്റ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ വീടിന് കുറച്ചും കൂടെ സേഫായിട്ട് നല്ല രീതിയിൽ ഫൗണ്ടേഷൻ ചെയ്യാൻ പറ്റുന്നത് കോളം ഫുട്ടിംഗ് രീതിയിലുള്ള ഫൗണ്ടേഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും കോളം ഫുട്ടിംഗ് രീതിയിലേക്ക് പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു 1200 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീടിൻ്റെ ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തത്, എന്തൊക്കെ രീതിയിലാണ് ഇതിൻ്റെ വർക്ക് നടന്നതെന്നുള്ളൊരു ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ ചെയ്ത വർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെള്ളം കയറുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പാടമുണ്ട്, പാടത്തോട് ചേർന്നാണ് ഈ സൈറ്റ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 2 അടിക്ക് മേളിൽ പ്ലോട്ട് പൊങ്ങേണ്ടതായിട്ടുണ്ട്. പൊക്കി ചെയ്ത്, അല്ലെങ്കിൽ വെള്ളം കയറുന്നൊരു പ്രശ്നമുള്ളത് കൊണ്ട് അവർ ആവശ്യപ്രകാരം പ്ലോട്ട് പൊക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്തിരിക്കുന്ന ആദ്യം നമ്മളിതിൻ്റെ കോളത്തിന് കുഴിയെടുക്കണം, പിറ്റ് എടുക്കുക എന്ന് പറയും. അപ്പോൾ അത് ഏകദേശം 1.2 മീറ്റർ വീതിയും 1.2 മീറ്റർ ബ്രെഡ്ത്തിലുമാണ്, ലെങ്തിലും ബ്രെഡ്ത്തിലുമാണ് കുഴിയെടുക്കുന്നത്. അതിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞത് ഏകദേശം 3.5 അടിയെങ്കിലും അതിൻ്റെ ഡെപ്തും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഡെപ്തിൽ കുഴിയെടുത്തിട്ട് അതിൻ്റെ അടിയിൽ PCC ചെയ്യുക എന്ന് പറയും. PCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്, അതായത് കമ്പി ഇല്ലാതെ പ്ലെയിനായിട്ടുള്ളൊരു കോൺക്രീറ്റ് ചെയ്യുന്നു കുഴിക്കകത്ത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് മാറ്റ്, അതായത് കമ്പി കൊണ്ട് തന്നെ ഒരു മാറ്റ് പോലെ കെട്ടി, അതായത് അതിന് ഉപയോഗിക്കുന്ന കമ്പി ഇവിടെ ചെയ്തിരിക്കുന്നത് തന്നെ 10 mm കമ്പിയാണ്. 10 mm റീബാർ കൊണ്ട് ഈ 1.2 മീറ്റർ ബൈ 1.2 മീറ്റർ വീതിയിൽ മാറ്റ് കെട്ടി അതിൻ്റെ മുകളിലേക്ക് കോളം പോസ്റ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കോളത്തിൻ്റെ വർക്കുകൾ ചെയ്തത്. അപ്പോൾ ഇത് ബേസിക്കായിട്ട് ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പം പലരും ചോദിക്കും, ഒരുപക്ഷെ കോളം ഫുട്ടിംഗ് രീതിയിലൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, എത്ര ഡെപ്ത് എടുക്കണം, എത്ര വീതി എടുക്കണം, എങ്ങനെയാണ് അതിൻ്റെ പില്ലറുകൾ പൊങ്ങുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. അപ്പോൾ കോളത്തിൻ്റെ സൈസ്, പലരും ചോദിക്കുന്ന കോളത്തിൻ്റെ സൈസ് എത്രയാണ്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 30/20 ആണ്. കോർണറുകളിൽ മെയിനായിട്ട് ലോഡ് വരുന്ന ഭാഗങ്ങളിലെല്ലാം 30/20 സൈസിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അല്ലാതുള്ള ഇടയ്ക്ക് വരുന്ന കോളങ്ങളൊക്കെ 20/20 സൈസിലുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ വീടായതുകൊണ്ടും അതിലേക്ക് ഒരുപാട് ലോഡൊന്നും വരാത്തത് കൊണ്ടുമാണ് ഈ ഒരു സൈസിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പികളെല്ലാം 12 mm ബാർസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 12 mm കമ്പിയാണ്. അതിൻ്റെ റിങ്ങുകൾ 8 mm കമ്പികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ സ്പേസിങ് 20 സെൻറ്റിമീറ്ററാണ്. 20 സെൻറ്റിമീറ്റർ അകലത്തിലാണ് റിങ്ങുകളെല്ലാം കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സ്ട്രക്ചറൽ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ മണ്ണിട്ട് പൊക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ കോളംസ് ആദ്യം പൊക്കിയെടുത്തിട്ട് ആ ലെവലിലേക്ക് കോളത്തിൻ്റെ കോൺക്രീറ്റിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം ആ ലെവലിൽ നമുക്ക് മണ്ണ് ഫില്ല് ചെയ്യണം. മണ്ണ് ഫില്ല് ചെയ്ത് ആ ഒരു ലെവലിൽ ഫില്ല് ചെയ്ത് കൺസോളിഡേറ്റ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷമാണ് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പ്ലിന്ത് ബീമിൻ്റെ വർക്കുകൾ വരുന്നത്. അപ്പോൾ ഈ പില്ലറുകളെല്ലാം ഈ പറഞ്ഞ സൈസിൽ കാസ്റ്റ് ചെയ്തു, മണ്ണിട്ട് ഉറപ്പിച്ചു. അതിനുശേഷം ആ ലെവലിൽ PCC, വീണ്ടും ഒരു PCC, ഈ ബീം വരുന്ന ഭാഗങ്ങളിലെല്ലാം ബോട്ടത്തിൽ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് കൊണ്ട് തന്നെ ബീമിൻ്റെ അളവിൽ എല്ലാ ഭാഗത്തും കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ മേലെ കമ്പി കെട്ടി. ആ കമ്പി കെട്ടുന്നത് നമ്മൾ 12 mm കമ്പി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി സ്പാൻ കൂടിയ റൂമുകൾ, വലിയ റൂമുകളോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ലോഡ് വരേണ്ട ഭാഗങ്ങളോ ഒക്കെ ആണെങ്കിൽ 16 കമ്പികളൊക്കെ ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ 12 കമ്പി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ചെയ്ത് ആ സൈഡ് എല്ലാം ഷട്ടറിങ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്തെടുത്താണ് ഈ പ്ലിന്ത് ബീമിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തത്. നമ്മൾ പറഞ്ഞതുപോലെ ഈ വീടിൻ്റെ പ്ലിന്ത് ബീമിൻ്റെ കോൺക്രീറ്റിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം ഇതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ബീമിൻ്റെ സൈസ് എന്ന് പറഞ്ഞത് 20 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വീതി. അതുപോലെ ഹൈറ്റ് എന്ന് പറഞ്ഞത് 45 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡ് പ്ലിന്ത് ബീമിൻ്റെ സൈസ് എന്ന് പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലോട്ടിൽ നിന്ന് വീടിനുള്ളിലേക്ക് കയറണമെങ്കിൽ 2 സ്റ്റെപ്പാണ് വരുന്നത്. ആ 3ാമത്തെ പടി കയറുന്നത് റൂമിനുള്ളിലേക്ക് വരണം. അപ്പോൾ അത് ഒരു സ്റ്റെപ്പിൻ്റെ കനവെന്ന് ഹൈറ്റ് എന്ന് പറഞ്ഞത് 15 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെ 15x3 വരേണ്ടതുകൊണ്ടാണ് 45 സെൻറ്റിമീറ്റർ നമ്മൾ ഫൗണ്ടേഷന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരമാണ് ഈ ബീമിൻ്റെ ഹൈറ്റ് 45 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം കോൺക്രീറ്റ് ചെയ്ത് അതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്യും. മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ വെള്ളം ഒഴിച്ച് ഇത് കൺസോൾഡേറ്റ് ചെയ്യണം. ഇവിടെ ഈ പൈപ്പ് ഇട്ട് ഓസ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 1-2 ഇപ്പോൾ മഴയില്ലാത്തത് കൊണ്ട് തന്നെ നല്ലപോലെ വെള്ളം ഒഴിച്ച് ഉറപ്പിച്ച് കൺസോൾഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നമുക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള ബ്രിക്ക് വർക്കിൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഇതിൻ്റെ വർക്ക് ഇപ്പോൾ ഏകദേശം ആയിരിക്കുന്നത്. അപ്പോൾ 2 ദിവസമായുള്ള മണ്ണിട്ടിട്ട് ഇപ്പോൾ നല്ലപോലെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒന്നുകൂടെ നല്ലപോലെ കൺസോൾഡേറ്റ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷമാണ്
നമ്മളതിൻ്റെ ബ്രിക്ക് വർക്കിൻ്റെ പണികൾ തുടങ്ങുകയുള്ളൂ. അതുപോലെ നമ്മൾ ഈ പില്ലറുകൾ കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെല്ലായിടത്തും ഈ കോർണറുകളിൽ വരുന്ന പില്ലറുകൾ, അതായത് ബിൽഡിങ്ങിൻ്റെ 4 കോർണറുകളിൽ വരുന്ന പില്ലറുകളെല്ലാം നമ്മൾ മേളിലേക്ക് കൊടുക്കുന്നുണ്ട്. അതായത് അതിൻ്റെ സെക്കൻഡ് ഫ്ലോർ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഫ്ലോർ വരെ അതിൻ്റെ പില്ലറുകൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ബാക്കി പില്ലറുകളെല്ലാം നമ്മൾ ഫൗണ്ടേഷൻ്റെ ലെവലിൽ തന്നെ അത് ടെർമിനേറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും പ്ലിന്ത് ബീമിന് മുകളിലേക്ക് പോകുന്നില്ല, ഈ ബീമിൻ്റെ ലെവലിൽ തന്നെ വന്നിട്ട് അത് കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഫൗണ്ടേഷൻ വർക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ ചിലവെന്നുള്ളത്. ഇത് നമ്മൾ പറഞ്ഞു 1200 സ്ക്വയർ ഫീറ്റാണ്, ശരിക്കും 1292 സ്ക്വയർ ഫീറ്റാണ് ഈ വീട്. അപ്പോൾ ഇത്രയും ഫൗണ്ടേഷൻ ചെയ്യാൻ ഏകദേശം നമുക്ക് ചിലവായത് ഏകദേശം 4 ലക്ഷം രൂപയാണ്. അത് അല്പം കൂടുതലാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫൗണ്ടേഷൻ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ മണ്ണിട്ട് പൊക്കിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ ഡെപ്ത്ത് താഴേക്ക് നമ്മൾ പില്ലറിൻ്റെ ഡെപ്ത്ത് താഴേക്ക് എടുത്തു. അതേപോലെ തന്നെ മുകളിലേക്ക് ബീം പൊക്കി ചെയ്യേണ്ടതുകൊണ്ട് അതേപോലെ തന്നെ മുകളിലേക്കും അതിൻ്റെ ഹൈറ്റ് കൂട്ടി ചെയ്തു. അപ്പോൾ ആ പില്ലറിൻ്റെ ഹൈറ്റ് എക്സ്ട്രാ ആയിട്ട് വന്നു. പിന്നെ ഇതിനകത്ത് മണ്ണ് പില്ലർ ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു 10-15 ലോഡോളം മണ്ണടിച്ചു. അതിൻ്റെ മുകളിലേക്ക് ഫൗണ്ടേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫൗണ്ടേഷൻ ഉള്ളിലേക്ക് 10 ലോഡോളം മണ്ണ് ഇറക്കി. അപ്പോൾ മണ്ണിന് തന്നെ നമുക്കിവിടെ ഒരു ലോഡ് മണ്ണിന് ഏകദേശം 4500 രൂപയാണ്. 150 അടി 200 അടി വരുന്ന ടിപ്പറിന് ഏകദേശം 4500 രൂപയാണ് വില വരുന്നത്. അപ്പോൾ അത്രയും വരുമ്പം തന്നെ അത് തന്നെ 1 ലക്ഷത്തിന് മുകളിൽ മണ്ണിന് തന്നെ നമുക്ക് ചിലവായി. അപ്പോൾ ഇത്രയും ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഈ ഒരു എമൗണ്ടാണ് വരുന്നത്. ഇപ്പം നമ്മളെ ഒരു വീടിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ആ വീടിൻ്റെ ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ നന്നായാൽ മാത്രമേ നമുക്ക് മുകളിലേക്കുള്ള കാര്യങ്ങൾ എങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാൻ, നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു വീട് വെക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള ചതുപ്പ് സ്ഥലങ്ങളോ അല്ലെങ്കിൽ വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ റോഡുമായിട്ട് താന്ന് കിടക്കുന്ന പ്ലോട്ടോ ഒക്കെ ആണെങ്കിൽ ഇതേപോലെയുള്ള ചിലവുകൾ നമുക്ക് വരും. ഇപ്പോൾ ഹൈറ്റ് പൊക്കി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇതിൽ നിന്ന് 1-1.5 ലക്ഷം രൂപ നമുക്ക് കുറവേ വരുള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്ത് പൊക്കി എടുത്തുകൊണ്ടാണ് ഈ ഒരു ചിലവ് വന്നത്. ഇതിന് ശേഷം വീട്ടിലേക്ക് വരുന്ന വർക്കുകൾ നമുക്ക് സാധാരണ വീടിൻ്റെ പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയും ഇതിന് ചുറ്റും ഇനിയും മണ്ണിടാനുണ്ട്. ഇപ്പം ഈ പ്ലോട്ട് വീട് വരുന്ന ഭാഗം മാത്രമേ നമ്മൾ മണ്ണിട്ടിട്ടുള്ളൂ. ഇനി വീട് പണി കഴിഞ്ഞ് ഇനിയും സാമ്പത്തികം അനുസരിച്ച് ചുറ്റുമുള്ള ഭാഗങ്ങളിലും കൂടെ മണ്ണിട്ട് പൊക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ സ്ഥാനത്ത് നമ്മൾ കരിങ്കല്ല് കെട്ടി ഫൗണ്ടേഷൻ ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കാട്ടി കോസ്റ്റ് കൂടത്തേ ഉള്ളൂ. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇത്രയും ഡെപ്തിൽ നിന്ന് കരിങ്കല്ല് കെട്ടിയെടുക്കണമെങ്കിൽ മിനിമം ഒരു 3 അടി വീതിയിലെങ്കിലും കെട്ടിയെടുക്കണം. അപ്പം ഡെപ്ത് കൂടുന്നതനുസരിച്ച് അതിൻ്റെ വീതി കൂട്ടി ചെയ്യണം. അപ്പം കരിങ്കല്ലിൻ്റെ ലഭ്യത, അതിൻ്റെ ലേബർ ചാർജ് എല്ലാം കൂടെ വരുമ്പോൾ നമുക്കതിലും ചിലവ് കൂടുതലാണ് വരുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും ഒരു ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ കോൺക്രീറ്റ് എക്സ്ട്രാ ആയിട്ട് വരും. ഇവിടെ നമുക്ക് ആ ഒരു ബെൽറ്റ് കോൺക്രീറ്റിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ പ്ലിന്ത് ബീം ഓൾറെഡി ഒരു ബീമായിട്ട് തന്നെ അതൊരു ബെൽറ്റായിട്ട് തന്നെ ആക്ട് ചെയ്യുന്നത് കൊണ്ട് പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു ബെൽറ്റിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഒരു DPC അതായത് ഡാം പ്രൂഫ് കോഴ്സിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്കൊരു വെള്ളം പിടിക്കുമെന്നോ ഭിത്തിയിലേക്ക് വെള്ളം പിടിക്കുമെന്നോ അങ്ങനെയുള്ളൊരു പ്രശ്നമൊന്നും വരില്ല, ബീമായിട്ട് തന്നെ ചെയ്യുന്നതുകൊണ്ട്. കരിങ്കല്ലാണെങ്കിൽ നമുക്ക് വീണ്ടും അതിൻ്റെ മുകളിലൊരു ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പ്ലിന്ത് ബീം ചെയ്യുമ്പോൾ ഒരു ലാഭമുണ്ട്. അപ്പോൾ ഇതേപോലെ വരുന്ന ഭാഗങ്ങളിലൊക്കെ തീർച്ചയായിട്ടും പ്ലിന്ത് ബീം തന്നെയാണ് ലാഭകരം. കല്ല് കെട്ടി എടുത്തു കഴിഞ്ഞാൽ പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് കല്ല് കെട്ടുന്നില്ല, കല്ല് കെട്ടിയാൽ ബീമിനെക്കാട്ടി ലാഭമല്ലേ എന്നുള്ളത്. പക്ഷേ ഇതുപോലെയുള്ള വർക്കുകളാണെങ്കിൽ മിനിമം ലെവലിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 2 അടി താഴ്ച അല്ലെങ്കിൽ 1.5 അടി താഴ്ചയിലൊക്കെ നമ്മൾ ഫൗണ്ടേഷൻ ചെയ്ത് വരികയാണെങ്കിൽ കരിങ്കല്ല് കെട്ടിയെടുക്കാം. നമുക്ക് അവൈലബിലിറ്റി നോക്കണം, അടുത്ത് കരിങ്കല്ല് കിട്ടുമോ, വില കുറച്ച് കിട്ടുമോ, അല്ലെങ്കിൽ അതിൻ്റെ ലേബർ ചാർജ് നഷ്ടമുണ്ടോ എന്നൊക്കെ നോക്കിയാൽ അങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിലാണെങ്കിൽ കരിങ്കല്ല് ഉപയോഗിക്കാം. ചെറിയ വീടുകൾക്കോ ഡെപ്ത് കുറഞ്ഞതോ ഒക്കെ ആണെങ്കിൽ. ഇതേപോലെ വരുന്നിടത്ത് ഒരിക്കലും നമുക്ക് കരിങ്കല്ല് കെട്ടിയെടുത്ത് ബീം അടിച്ച് അതിൻ്റെ മുകളിൽ ബെൽറ്റ് ചെയ്ത് ഒരിക്കലും നമുക്ക് ഫൗണ്ടേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. അത് കോസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും നല്ലത് പ്ലിന്ത് ബീം തന്നെയാണ്. പ്ലിന്ത് ബീം ചെയ്താണ് ഇതേപോലെയുള്ള വീടുകൾക്ക് ചെയ്യാൻ ഏറ്റവും ലാഭകരവും അതുപോലെ പെട്ടെന്ന് നമുക്ക് പണി തീരുന്നതും ബീം ഇതേപോലെയുള്ള പ്ലിന്ത് ബീമുകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത ഈ കാര്യങ്ങൾ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു വീട് നിർമ്മാണത്തെ സംബന്ധിച്ച് ധാരാളം വീഡിയോകൾ നമ്മുടെ ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ഫൗണ്ടേഷൻ തൊട്ട് അതിൻ്റെ ഫിനിഷിംഗ് വരെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടർന്നും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, തുടർന്നുള്ള വീഡിയോകൾക്കും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.